അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കൾ, ചെറുപ്പക്കാർക്ക് എന്ത് പെൻഷൻ എന്നാലോചിക്കും. ഡിഗ്രിയൊക്കെ കഴിഞ്ഞു, ജോലി ആയിട്ടില്ല. ജോലി കിട്ടുന്നത് വരെ അവർക്കൊരു സ്റ്റൈപ്പൻഡ് നൽകണം എന്നാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. ഏതാണ്ട് 8 ലക്ഷത്തോളം പേർ അതിനും അർഹരായി മാറുമത്രേ. അപ്പൊ മൊത്തം നോക്കിയാൽ 1 കോടിയിൽ പരം മലയാളികൾ നേരിട്ട് സർക്കാരിന്റെ ധനസഹായത്തിന് അർഹരായി മാറുന്ന നാടായി കേരളം മാറും. എന്ന് വെച്ചാൽ മംഗലത്തങ്ങാടിയിലേക്ക് ഇറങ്ങിയാൽ നിങ്ങൾ കണ്ടുമുട്ടുന്ന മനുഷ്യരിൽ 4 ആളെ കണ്ടാൽ അതിലൊരാൾ, ചുരുങ്ങിയതൊരാൾ, സർക്കാരിന്റെ ധനസഹായം കൈപ്പറ്റുന്ന ആളായിരിക്കും എന്നതാണ്. ആകെ ജനസംഖ്യയുടെ 25%-ലധികം 30%-ഓളം ആളുകൾ സർക്കാരിന്റെ ക്ഷേമ പദ്ധതികളുടെ ഗുണഭോക്താക്കളായി മാറുന്ന ഒരുപക്ഷെ ലോകത്തിലെ ഒരേ ഒരു പ്രദേശമായി നമ്മുടെ കേരളം മാറുന്നു. അതാണ് LDF ഗവൺമെന്റിന്റെ കീഴിലുള്ള കേരളത്തിന്റെ വളർച്ച മാറ്റം. ഈ രൂപത്തിൽ നമ്മുടെ സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുകയും ലോകോത്തരമായ നേട്ടങ്ങൾ നമ്മൾ ആർജിക്കുകയും ചെയ്യുമ്പോൾ ഇത് കൂടുതൽ ശക്തിപ്പെടണം, ഇനിയും കൂടുതൽ കരുത്തോടെ നാട് മുന്നേറണം എന്നത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഉയർന്നു വരുന്ന ഒരാഗ്രഹമാണ്. ഇപ്പൊ UDF ആയിരുന്നു കേരളത്തിൽ അധികാരത്തിലെങ്കിലോ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. 600 രൂപ ഉള്ള പെൻഷൻ കൊടുക്കാതെ പിടിച്ചു വെച്ച് അവസാനിപ്പിച്ചവരാണ്. എന്താകുമായിരുന്നു സ്ഥിതി? കേരളം ഇന്ന് കാണും പോലെ ആയിരിക്കില്ല. നമ്മുടെ നാട് തകർന്ന് ശിഥിലമായി പോയേനെ. 10 കൊല്ലം പഴക്കമുണ്ട് UDF ഭരണത്തിന്റെ ഓർമ്മകൾ കന്നതുകൊണ്ടാണ് പലരുടെയും മനസ്സിൽ ഇപ്പോൾ ആ കാലമില്ലാത്തത്. ചേരിപ്പോരും തമ്മിൽ തല്ലും കുതികാൽ വെട്ടും അഴിമതിയും അരാജകത്വവും ഈ നാടിന്റെ അന്തസ്സിനെ പാതാളത്തോളം ഇടിച്ചു താഴ്ത്തിയ ഒരു ഭൂതകാലം കൂടെ ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് ശാപമോക്ഷം നേടി 2016-ൽ ഒരു പുതിയ യുഗം പിറന്നത്. അതിനുശേഷമാണ് കേരളം മുൻപോട്ട് വന്നത്. ഇതിനെയും കൂടുതൽ ശക്തമായി മുൻപോട്ട് പോകണം എന്ന് ഏവരും ആഗ്രഹിക്കുന്ന ഒരു കാലത്താണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ വന്നിട്ടുള്ളത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭരണസമിതികൾ പരമപ്രധാനമായ പങ്കാണ് നമ്മുടെ നാടിന്റെ വികസനത്തിൽ വഹിക്കുന്നത്. ഇപ്പോ മംഗലം പഞ്ചായത്ത് LDF ആയിരുന്നു എങ്കിൽ ഇന്ന് കാണുന്നതിനേക്കാൾ എത്രമാത്രം സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളെ ഈ മണ്ണിൽ അനുഭവവേദ്യമാക്കി മാറ്റുമായിരുന്നു. ഇപ്പൊ വീടില്ലാത്തവർക്കെല്ലാം വീട് കൊടുക്കുന്ന ഒരു പദ്ധതി, ലൈഫ് ഭവന പദ്ധതികൾ മുമ്പും വന്നിട്ടുണ്ട്. പക്ഷെ സമ്പൂർണ്ണ പാർപ്പിട പദ്ധതി ആദ്യത്തേതാണ്. ഇതിനോടകം 4,71,000 പേർക്ക് വീട് നിർമ്മിച്ചു കൊടുത്തു. ഒരു സർവകാല റെക്കോർഡാണ്. 1,27,000 വീടുകളുടെ നിർമ്മാണം നടന്നുകൊണ്ടേയിരിക്കുന്നു. അതുകൂടി പൂർത്തിയാകുമ്പോൾ ഏതാണ്ട് 6 ലക്ഷം.